ഒറ്റമഴയിൽ വീണ്ടും മുങ്ങിയിരിക്കുന്നു തലസ്ഥാന നഗരം. ഉച്ച കഴിഞ്ഞ് പെയ്ത കനത്ത മഴയിൽ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗങ്ങൾ വെള്ളത്തിനടിയിലാവുന്നത് നമ്മൾ കണ്ടു. മിനിറ്റുകൾ കൊണ്ട് വലിയ രീതിയിൽ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വെള്ളക്കെട്ട് തടയാൻ കോർപ്പറേഷൻ ശാസ്ത്രീയമായി ഒന്നും ചെയ്തില്ല എന്ന പരാതി അതും ശക്തമായി ഉയർന്നു കേൾക്കുകയാണ്. വളരെ കുറച്ചു നേരം പെയ്ത ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തെ ആകെ വെള്ളത്തിൽ മുക്കിയത്. വാഹനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി. ഗതാഗത തടസ്സം രൂക്ഷമായിരുന്നു. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞൊഴുകിയത് റോഡിലൂടെയാണ്. വെള്ളക്കെട്ട് തടയേണ്ടവർക്ക് പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ മൗനം മാത്രം. ഉച്ചയ്ക്ക് 1:30 നഗരത്തിൽ പെയ്തു തുടങ്ങിയ മഴ 2:30 ശക്തമായി. മഴ കനത്ത് മിനിറ്റുകൾക്കുള്ളിലാണ് തമ്പാനൂർ, കിഴക്കേക്കോട്ട, ബേക്കറി ജംഗ്ഷൻ, SS കോവിൽ റോഡ്, പവർ ഹൗസ് റോഡ് തുടങ്ങിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. നഗരത്തിലാകെ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ വ്യാപകമായി ഗതാഗത തടസ്സമുണ്ടായി. വെള്ളം കയറി പല വാഹനങ്ങളും വഴിയിലായി. വെള്ളക്കെട്ടുൾപ്പെടെ തടയുന്നതിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പുതുക്കിപ്പണിത SS കോവിൽ റോഡിലാണ് ആദ്യം വെള്ളം നിറഞ്ഞത്. വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ നൂറുകണക്കിന് കടകളിൽ കച്ചവടം മുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ മഴ പെയ്താലും ഇവിടെ വെള്ളക്കെട്ടാണ്. ഒരു ജീവിക്കാൻ പറ്റുന്നില്ല. കടക്കാരെല്ലാം കണ്ടില്ലേ, നിങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. എല്ലാം വീഡിയോ എടുത്തിട്ട് എല്ലാം കാണിച്ചു. ഒരു രക്ഷയില്ല. അവർ ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി നെറ്റ് ഇളക്കി കളഞ്ഞു. ആ നെറ്റിൽ അതിൻ്റെ കൂടെ വേസ്റ്റിന്റെ പേരും പറഞ്ഞത് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കണം. പിന്നാലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് ടെർമിനൽ എന്നിവയുൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന തമ്പാനൂരും വെള്ളത്തിൽ മുങ്ങി. യാത്രക്കാർ ദുരിതത്തിലായി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശുചീകരണ തൊഴിലാളികളുടെ ശ്രമമുണ്ടായെങ്കിലും പാളി. കിഴക്കേക്കോട്ടയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. കിഴക്കേക്കോട്ട പവർ ഹൗസ് റോഡ് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് റോഡിലേക്കെത്തി. നിരവധി കടകളിൽ വെള്ളം കയറി. നമ്മുടെ ജീവിതത്തിനൊന്നും യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ അതിദയനീയമായ സ്ഥിതിയാണ്. സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഞാൻ അപ്പുറത്ത് ചെരിപ്പുടയാണ്. ഒരു നിവൃത്തിയില്ല. നമ്മളൊക്കെ മരിക്കേണ്ട സ്ഥിതിയാണ്. ഇത് ഇങ്ങനെ പോയാൽ എവിടെ പോകുമെന്ന് നമുക്കറിഞ്ഞൂടാ. അമ്പലമുക്ക് രാമപുരത്ത് വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ഒരുപാട് വെള്ളമായിരുന്നു. ഇപ്പോൾ ഇത്തിരി താഴ്ന്നതാണ്. മഴ ഒന്ന് താഴ്ന്നു നിന്നപ്പോൾ ഞങ്ങളെ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു. ഒരിടത്തും കിടക്കാൻ പറ്റില്ല. കസേരകളിൽ പിള്ളേരെല്ലാം കസേരയിലാണ് ഇത്ര നേരം ഇരുത്തിയിരുന്നത്. ഇപ്പം ഞങ്ങൾ പിന്നെ എണീച്ചിട്ട് ഒന്ന് വറ്റിയാൽ ഒന്ന് ഇറച്ച് എടുക്കാന്നുള്ള ഇതിലാണ് എണീച്ച് നിൽക്കുന്നത്. ഗൗരീശപട്ടത്ത് ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ട് വ്യാപകമായതോടെ നഗരസഭയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മഴ വരുമെന്നറിഞ്ഞിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് നഗരത്തിലെ ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മഴ ഇനിയും കനക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോഴേക്കും ഈ കടകളിലൊക്കെ ചിലപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞേക്കും. വലിയ ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കച്ചവടക്കാരും നാട്ടുകാരും. നന്ദകിഷോറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.